ഒരു 2 ആഴ്ച കൂടുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പണി ഇതേ ഈ ഒരു അലമാര വൃത്തിയാക്കലാണ് കേട്ടോ. ഏകദേശം 2 ആഴ്ച അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതേ തുറക്കുമ്പോഴത്തേക്കും തുണി മൊത്തം വീഴും ട്ടോ. ഏകദേശം ജോലിക്ക് പോണവരുടെയും അല്ലാതെ വീട്ടിലിരിക്കുന്നവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നല്. അതോ എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാ തുണികളും ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒക്കെ എടുത്ത് ബെഡിൻ്റെ മേലെ ഇടുക. എന്നിട്ട് അവസാനം ഓരോരോ സെക്ഷനായിട്ട് മടക്കി വെക്കട്ടെ ചെയ്യുക. അച്ഛൻ്റെയും മോൻ്റെയും വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ എൻ്റെയും മോളുടെയാണ് കൂടുതൽ ഡ്രസ്സ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ മാത്രമേ ഈ അലമാരയിൽ വെക്കാറുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വേറെ റൂമിൽ ഷെൽഫിലാട്ടോ വെക്കൽ. അതുകൊണ്ട് ഒരുപാടധികം ഡ്രസ്സൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ഡ്രസ്സ് ഉണ്ട്, അത്രയേ ഉള്ളൂ. സാരീസൊക്കെ ഞാനിതേ സാരികളൊക്കെ വളരെ വിരലിൽ എണ്ണാവുന്ന സാരികളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഹാങ്ങറ തൂക്കിയിടാണ് പതിവ്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് നേരെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിപ്പോൾ ഞാൻ ഓണം ഓഫറിന് എടുത്ത സാരിയാണ്. 300 രൂപയുള്ളൂ കേട്ടോ. ഭയങ്കര രസമുണ്ട്, നല്ല ബോഡി ഹഗ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ സംഭവം. അങ്ങനെ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ 300 രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് 2 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ട്. ഇത് ഓണത്തിനൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ കുഞ്ഞാറ്റ് ഞാൻ ഈ തിരക്കുന്നതിൻ്റെ ഇടയിൽ അവൾ വന്ന് മേക്കപ്പാണ്. അപ്പം ഞാൻ വേഗം അതിനെ ഒട്ടിച്ച് വിട്ടു കേട്ടോ. പിന്നെ അതേ വേഗം അച്ഛൻ്റെയും മോൻ്റെ ആദ്യം മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്, അതാകുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, എളുപ്പം കഴിയുമല്ലോ. അപ്പോൾ വേഗം മടക്കി വെക്കുകയാണ് കേട്ടോ. 2 ഷെൽഫ് മടക്കി വയ്ക്കുമ്പോഴേക്കും മേലെ കയറി നോക്കുന്നതേ കുഞ്ഞുമണി ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല സുഖമായിട്ടുള്ള ഉറക്കമാണ്. അപ്പോൾ പിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല. അപ്പം അവൾ ഉറങ്ങുന്നതാണ് എനിക്കും കുറച്ച് സൗകര്യം എന്ന് വിചാരിച്ചു. ഇതൊക്കെ കുഞ്ഞുമണീൻ്റെ കുഞ്ഞുതാമ്പുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇനി വേറൊരു കുഞ്ഞു വാവേണ്ട അവർക്ക് കൊടുക്കാനാണ്. അത്യാവശ്യം നല്ലത് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. പൊട്ട ഡ്രസ്സൊന്നും ഞാൻ കൊടുക്കാറില്ല, കത്തിച്ച് വിടുക അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ കുട്ടിയുടെ ആയതുകൊണ്ട് 1-2 ഞാൻ എടുത്ത് വെക്കും കേട്ടോ. നമുക്ക് പിന്നെ അവൾ വലുതായ ഒരു ഓർമ്മയുള്ളൂ ഇതൊക്കെ, അവൾക്ക് കാണിച്ചു കൊടുക്കാമല്ലോ, ഇത് നീ കുഞ്ഞിതാവുമ്പോൾ ഇട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെ ഇതൊക്കെ ഓരോരോ സ്കൂൾ പ്രോഗ്രാംസിനൊക്കെ എടുക്കുന്ന കേട്ടോ. ഈ ഫ്രോക്കൊന്നും പിന്നെ ഇടലില്ല. പട്ടുപാവടയൊക്കെ ഞാൻ എൻ്റെ ആഗ്രഹത്തിന് തെച്ചു കൊടുക്കുകയാണ്. പക്ഷെ അവൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. അവൾക്കൊരു പാൻറ്, ഒരു ബനിയൻ, അല്ലെങ്കിൽ ഒരു ട്രൗസർ ബനിയൻ, ഇതൊക്കെയാണ് അവളുടെ ഇഷ്ടം. ഇത് പിന്നെ എൻ്റെ ഷംലത്താത്ത തന്ന ബാഗാണ് കേട്ടോ, കറുപ്പ് ബാഗ്. പിന്നെ മറ്റേ നമ്മുടെ ഷെയ്മ ഇപ്രാവശ്യം ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊടുന്നത്. അപ്പോൾ ഈ ബാഗ് ഞാൻ വല്ലപ്പോഴും ഏട്ടനൊക്കെ വന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണ് കേട്ടോ ഇടാറുള്ളൂ. പിന്നെ ഇത് ഞാനിപ്പോൾ സുഡിയോന്ന് മേടിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ. നന്നായിട്ടുണ്ട്, നല്ലൊരു ടോപ്പ് കേട്ടോ. ജീൻസിൻ്റെ കൂടെയൊക്കെ വേറെ നല്ല സൂപ്പറായിട്ടുണ്ടാവേ. പിന്നെ അതേ ഏകദേശം ഒക്കെ തട്ടി ഒതുക്കി പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതേ അലമാര തുറക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യമാണല്ലേ. ഇതേറി വന്ന ഒരാഴ്ച, അതിനപ്പുറം നിൽക്കില്ല കേട്ടോ. ഈ കൂറമുട്ട നിങ്ങൾ വെക്കുമെന്നറിയില്ല, എൻ്റെ അമ്മേൻ്റെ അലമാര തുറന്നു കഴിഞ്ഞാൽ എന്ന് ഈ കൂറമുട്ടയുടെ മണമാണ് കേട്ടോ. അപ്പോൾ ഞാനും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമണി എണീറ്റിട്ടില്ല കേട്ടോ. ബൈ, സീ യു.